നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചതിയല്ല ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. തമ്മിത്തല്ലും പീഡനവും കൊലപാതകവും ആത്മഹത്യയും കാരണം ഇവിടെ കിടക്കപ്പോർത്തിയില്ല. അത് കാരണം ഈ ചാനലും ഞാനും കഞ്ഞി കുടിച്ചു പോകണം. ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാല് കണ്ടു വെക്കണവന് സുഖമാണല്ല. സ്വന്തമായിട്ട് വരുമ്പോ അറിയാം അതിന്റെ വിഷമവും തന്നെ നോക്കാം. ഒരു പ്രശ്നമില്ലാത്ത ജീവിതം പോലും പറഞ്ഞ് കുട്ടിച്ചോറാക്കാൻ വേണ്ടി നിയമത്തിന്റെ ABCD പോലും അറിയാത്ത മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് ചിരിക്കാൻ മാത്രം വന്ന 2-3 ജഡ്ജസിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇന്ന് ചതിയല്ല ജീവിതത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വന്നത് ആലുവയിലുള്ള ആമിനെയാണ്. ആമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെടുത്ത് കളിക്കണ്ട. നിന്നേലും വലിയ പുള്ളികളെ ഈ വെടിക്കെട്ട് വരുമ്പോൾ ആമൻ താത്ത കണ്ടിട്ടുണ്ട്. പിന്നെയാണാ നീ ക്യാമറ ഇങ്ങനെ ആക്രാന്ന് പിടിച്ചു വരാൻ ഇവിടെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇത് നന്നായിട്ട് പോണ ഒരു പരിപാടിയാണ്. ഇതിന് അതിൻ്റെതായ ചട്ടക്കൂടുകളും ചിട്ടകളും ഉണ്ട്. അതനുസരിച്ച് ഇവിടെ വരണം. ഇവിടെ നിന്നൊരു പാട്ടിടും, അതിനനുസരിച്ച് സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരണം. നമുക്കറിയില്ല. ആദ്യം കൂടി പേട്ടാൻ ആദ്യം മുതലേ പേട്ടാൻ പാട്ടോ. ഓ ആമിനൊക്കെ എന്താണ് പ്രശ്നം? ഈ നാടത്താളിനോട് പറഞ്ഞു. ഞമ്മക്കല്ല പ്രശ്നം, ബീരാനിക്കാക്കാട് പ്രശ്നം. ബീരാനിക്കൊക്കെ എന്ത് പ്രശ്നം? ബീരാനിക്കാട് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഞമ്മള്. വേണ്ട വട്ട് കളിപ്പിക്കാണ്ട് കാര്യങ്ങൾ തുറന്നു പറയാം. എന്നാ ഞമ്മള് പറയാം. ഒരു കുന്നോളം വലിപ്പത്തിൽ നമ്മൾ മോഹിച്ച്, പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ചക്കക്കുരുവിന്റെ വലിപ്പത്തിലാണ്. എന്ത് സ്നേഹം. ഓ, ഞാനങ്ങോട്ട് പേടിച്ചു പോയി. നിങ്ങൾ എന്നാണ് കണ്ടുകൂട്ടിയത്? അതൊരു വലിയ കഥയുണ്ട്. ഇത് അരമണിക്കൂറുള്ള പരിപാടിയാണ്. 1 മണിക്കൂറായിട്ട് നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റൂല. നമ്മൾ ചുരുക്കി പറയാം. നമ്മൾ അച്ചാർ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോഴാണ് ഈ കന കണ്ടത്. അപ്പൊ ഇക്കാക്ക് സോപ്പ് കമ്പനിയിൽ സോപ്പ് കലക്കലാർന്ന പരിപാടി. അങ്ങനെ സോപ്പ് പതപ്പിച്ചാണ് നമ്മളെ ലൈൻ അടിച്ചത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ആയിട്ട് ഇക്കാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. പക്ഷെ നമുക്ക് തെറ്റിപ്പോയി. കരച്ചിലൊടുങ്ങി. പാട്ടിട്. ആമിന, ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണിയാണ്. ഓളങ്ങൾ വരുമ്പോ നമ്മ പിടിച്ചു നിക്കണം. ഒരുമാതിരിപ്പെട്ട ഓളമാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ സുനാമി വന്നാലാ പിടി വിട്ടു പോവൂലേ? ആരാണ് സുനാമി? നമ്മുടെ ബീരാനിക്ക പുറത്തു വന്നിപ്പുണ്ട്. എങ്കിൽ നമുക്ക് സുനാമിനെ വിളിക്കാം. സുനാമി. എന്തോ എന്നെ വിളിച്ച? സുറുമിനല്ല വിളിച്ചത്, സുനാമിനെയാണ്. മോളുടെ എപ്പിസോഡ് അടുത്തതാണ്. അതാകുമ്പോ വിളിക്കാട്ടാ. മോളപ്പുറത്ത് പോയിരുന്നു. ഇതേതാ കേസ്? നിങ്ങളെപ്പോലെ തന്നെ ഒരു ചിറ്റിക്കളിയാണ്. കെട്ടിയാനായിട്ട് തമ്മിത്തല്ലാണ്. നിങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം ഇവരെ കൂടുതൽ തമ്മി തല്ലിക്കാൻ. ഇനി നമുക്ക് ആമിനയുടെ ജീവിതം കുളമാക്കിയ ബീരാനെ വിളിക്ക. ബീരാനെ പോയി. ഈ ശൈത്താൻ ഒഴിഞ്ഞു പോണേ. ഇത്രയും വിനയോ ആദരവുള്ള ആളാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടിയത്. വിനയോ? ഇയാളുടെ അടവല്ലേ? ഇപ്പൊ കാണുമ്പോ എളിമ കുഞ്ഞാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളവളപ്പന്റെ സ്വഭാവമാണ്. നേരെ പോവില്ല. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ നടന്നത് എന്താണെന്ന്? അതൊക്കെ പറ. അതൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം, ഇൻട്രസ്റ്റ് വരുന്നത്. ഒരു പുതുപ്പെണ്ണിന്റെ എല്ലാ മന്മത വിചാരങ്ങളുമായി ഈ ഇരിക്കണ മനുഷ്യന്റെ മണിയറയിലേക്ക് നമ്മൾ കടന്നു ചെന്നു. മനസ്സിൽ 1000 സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി കയ്യിലൊരു ഗ്ലാസ് പാലുമായി നടന്നു വന്ന എന്നെ കൂട്ടുകാരികൾ അങ്ങോട്ട് തള്ളിയിട്ടു. ഞാൻ നോക്കുമ്പോ ഇങ്ങേര് ജല്ലക്കെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മൾ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇക്ക എന്നൊന്ന് വിളിച്ചു. അപ്പിങ്ങേര് തിരിഞ്ഞു നോക്കി എന്റെ അടുത്തേക്ക് മന്ദം കടന്നു വന്നു. എന്നിട്ട് എന്റെ ഈ ചെവികളിൽ തല ചായ്ച്ച് ആദ്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മുണ്ടരുത്. ആമിനെ മുണ്ടാണ്ടിരിക്കും. നമ്മൾ പറയും. പറയരുത്. പറയാൻ പറ്റിയ അവസരം ഉമ്മച്ചി എന്നെ ചോദിക്കേ. മുണ്ടാണ്ടിരിക്കാൻ ഒന്ന് പറയട്ടെ. അതായത് ഫസ്റ്റ് നൈറ്റിൽ നടന്ന സംഭവം ഒരു ഫസ്റ്റ് വാക്ക് പോലും ഇവിടെ പറയാൻ പറ്റൂല. അതെന്താ പറഞ്ഞാൽ ശരിയാവൂല. നിങ്ങൾ പറഞ്ഞാലേ അത് പറഞ്ഞാൽ ശരിയാവൂല എന്ന് പറയാൻ കാരണം ഇത്ര ആൾക്കാരും നാട്ടുകാരെ കണ്ടുപിടിക്കുന്ന പരിപാടിയല്ലേ. നാണങ്ങട് വെക്കട്ടെ. നാണം വെക്കണം ആവശ്യമില്ല ആമിനെ പറയണത്. ഞാൻ പറയും. ഇത് പറയാൻ നിൽക്കരുത്. ഞാൻ പറയൂന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് പറമ്പിൽ ആമിനാന്റെ അടുത്ത് കളിക്കരുത്. കൈ കയറി. എന്നാ നമ്മള് പറയും. ആമിനെ പറ. അങ്ങനെ
ഞാൻ പാലുമായിട്ട് അടുത്ത് ചെന്നപ്പോ ഈ മനുഷ്യൻ എന്റെ അടുത്തേക്ക് മന്ദം കടന്നു വന്നു. ഞാനപ്പോ നാണത്തിൽ കുമ്പിയ കാൽവിരൽ കൊണ്ട് നിലത്ത് നഖചിത്രം വരച്ചു. പിന്നെ അപ്പോ ഈ മനുഷ്യന്റെ ചെവി തല ചായ്ച്ചിട്ട് പറയുക, എത്രയാ നിന്റെ റേറ്റ് എന്ന്. അത്രയ്ക്ക് ദുഷ്ടനായിരിക്കുന്നത്. അങ്ങനെ നിട്ടേച്ചു പോയി. മീ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ഞാൻ വിചാരിച്ചു മീ മേടിക്കാൻ പോയിട്ട് കാണാതായപ്പോ കാശിക്കെങ്ങാനും പോയി കാണുമെന്ന്. പക്ഷേ ഭാഷിക്കാണ് പോയതെന്ന് പിന്നെയല്ലേ മനസ്സിലായത്. എന്നോടുള്ള ഭാഷിക്ക് അന്വേഷിക്കാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. അവസാനം അന്വേഷിച്ച് അബൂബക്കറിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ അബൂബക്കർക്ക് ചോദിച്ചു, അന്വേഷിക്കാൻ പോയിട്ട് കണ്ടോ? ഇല്ല. എന്നാ കുടിയിലേക്ക് കയറിയിരി, ഇത്തിരി ചായന്റെ വെള്ളം കുടിച്ചിട്ട് പോവാ. അങ്ങനെ ഞാൻ ആ കുടി കയറിയിരുന്നു. അബൂബക്കറിക്ക ഇത്തിരി പൂളക്കയങ്ങും കാപ്പിയും കൊണ്ടുവന്ന് വെച്ചു. അബൂബക്കറിക്കാന്റെ കൊള്ളിക്കയങ്ങും കൂട്ടിയിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരുട്ടിയായി. ഇരുട്ടായപ്പോ അബൂബക്കറിക്ക പറഞ്ഞു, ഇനി പോവണ്ട, ഇവിടെ എങ്ങാനും കിടക്ക്. ആദ്യമായിട്ട് അബൂബക്കറിക്ക നമ്മളെ അടുത്തൊരു കാര്യം പറയണതല്ലേ, നമ്മക്കത് നിഷേധിക്കാൻ പറ്റുമോ? അവിടെ കിടന്നു. പിന്നെ ഒരു ബോളെ കണ്ണടച്ചില്ല നമ്മള്. അതെന്താ ഒരു ബോളെ കണ്ണടക്കായിരുന്നത്? ചെന്തങ്ങല്ല ചെങ്കണ്ണ്. കണ്ണി കിടന്ന് ചുളുചുളാന്ന് കുത്തണ്. പിന്നെ എങ്ങനെ കിടന്നുറങ്ങും? നിങ്ങളെ ഉണ്ടാണ്ടിരിക്കും മനുഷ്യരെ. മൊത്തം കാണുന്ന പരിപാടിയാണ്. എന്താ കണ്ടാലി? അനുഗ്രഹിക്കണം. അധികം ടച്ചിങ്സ് അനുവദിക്കണ്ട കേട്ടാ, ആള് ശരിയല്ല. എന്നിട്ട് ആയിട്ട കുഞ്ഞ് ആങ്കൊച്ചായിരിക്കണമെന്ന് ഞമ്മക്കൊരാഗ്രഹം, എന്നാ പെങ്കൊച്ചായിരിക്കണമെന്നായിരുന്നു ഇങ്ങനെ ഉമ്മക്കാഗ്രഹം. അപ്പൊ ബീരാന് നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളുടെ ആയിരിക്കണം എന്ന ഒറ്റ ആഗ്രഹം മാത്രം ഉണ്ടായുള്ളൂ. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യം പോരല്ലോ. മാഡം, ഞാൻ എപ്പോഴാ വരേണ്ടത്? മേഡം അല്ല ഇടവം. നിന്നോട് അപ്പുറത്തോയിരിക്കാൻ പറഞ്ഞ. നിന്റെ എപ്പിസോഡ് വരുമ്പോ ഞാൻ വിളിക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നിന്റെ എപ്പിസോഡ്. ഓ അപ്പുറത്തോയിരിക്കും. ഒന്ന് പോവണ്ടായിരുന്നു. മനുഷ്യരെ ഇടങ്ങേറാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ആ ഇനി അത് മാത്രാണ്, ഒരു പ്രായം തികഞ്ഞ പെണ്ണ ആ വീട്ടിൽ താമസിക്കുന്നല്ലേ, ആ വീട്ടിന് ഒരു വാതിലുണ്ടാ, ഒരു ജനലുണ്ടാ, ഒരു കഷ്ടം പോലും ഇല്ലാത്ത ഇങ്ങേരുടെ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്താ ബീരാന അങ്ങനെ? തക്കാളിപ്പെട്ടിക്ക് ആരെങ്കിലും ഗോദ്രേജിന്റെ പൂട്ടിടുവോ? ഒരു പെണ്ണ് ജീവിക്കുന്ന വീടാണ്. അവിടത്തെ കുളിപ്പരയ്ക്ക് ഒരു മേൽക്കൂര പോലും ഇല്ല. അത് ഞാൻ പറഞ്ഞപ്പോ അപ്പുറത്തെ ഹോസ്റ്റലിലെ പിള്ളേര് നോക്കണമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ? വേണമെങ്കിൽ ഹോസ്റ്റലിലെ പിള്ളേര് അവിടെ കട്ടൻ മേടിച്ചിട്ടായിരുന്നു. മേൽക്കൂരിലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ മോളിൽ കൂടി സൂപ്പർമാനൊന്നും പറഞ്ഞു നടക്കണില്ലല്ല. ആ പിന്നെ ബീരാന്റെ എന്ത് കണ്ടിട്ടാണ് ആമിന കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അത് പിന്നെ ഇങ്ങനെ പച്ചനെ ചോദിച്ചാ പറയണം. ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ മനുഷ്യന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങരുടെ പാട്ടാണ്. എന്ത് പാട്ട്? വെറും പാട്ടല്ല, കുമ്പായിയുടെ പാട്ട്, ഗസല് പാട്ട്. കുമ്പായിയുടെ ഗസല് ഞങ്ങൾക്ക് വേണ്ടി 2 ലൈൻ പാടാമോ? കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. ഉമ്മായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. ആമിന കരയരുത്. ഞാൻ കരയണതല്ല, ഈ പാട്ട് കേട്ടിട്ട് ഇന്നാളെ അയലക്കൊത്തെ വീട്ടിലെ പട്ടി പേ പിടിച്ചു വന്ന് നമ്മളെ കടിച്ച്, അത് കാരണം മോളിൽ കയറി ഇരിക്കണല്ലേ. മുമ്പായിടെ പാട്ടുമായിട്ട് ഇറങ്ങിയേക്കണ്. മനുഷ്യന്റെ ജീവിതം കളഞ്ഞ പാട്ട്. കൊറേ ധീരെ മനുഷ്യൻ. അല്ല, നിങ്ങളോട് പാട്ടും കേട്ടിരിക്കാണോ? അതെ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ളതാ. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. മോളെ എപ്പിസോഡും തീർത്തോട്ടെ, അല്ലെങ്കിൽ തന്നെ ഇവരുടെ കാര്യം ജഡ്ജസ് എന്തിട്ടാ പറഞ്ഞെന്ന് നോക്കാം. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവരെ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്താണത്? അല്ല, ഈ റേഞ്ച് ഇല്ലാത്ത മൊബൈലിന് റീചാർജ് കൂപ്പൺ മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സുന്ദരിയായ പെൺകുട്ടിയുടെ എപ്പിസോഡ് നടത്തൂ, ഞങ്ങളൊന്ന് ഇൻട്രസ്റ്റ് ആകട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ല. ഈ മനുഷ്യന്റെ ചവിട്ടിൽ എന്തോരം ചർച്ച ചെയ്ത് വേദം കോരി ഒഴിച്ചാലും
ഒരു പ്രയോജനം ഉണ്ടാവുമ്പോഴില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കൊയിലിട്ടാലും അത് അങ്ങനെ തന്നെ ചുരുളൂടി. നിങ്ങളടുത്ത് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ പുറത്തേക്ക് പാട്ടാ വെടിക്കെട്ട് പറമ്പിൽ ആമിനെയാണ് വിളിക്കണത്. ആ ശരിയാക്കി തരാം. ബീരാനെ ആമിന പോയി, പോട്ടെ, ബീരാൻ പോണില്ലേ? പോണില്ല. ഹാ, നിങ്ങൾ പോയിട്ട് വേണം ഈ കൊച്ചിന്റെ എപ്പിസോഡ് തുടങ്ങാൻ. എപ്പിസോഡ് തുടങ്ങിക്കോ, അതിനെന്താ കുഴപ്പം? അതിന് നിങ്ങൾ ഇവിടെ ഇരുന്നാലെങ്ങനെയാണ്? അതായത് ഈ കൊച്ചിന്റെ കെട്ടിയനാണ് ഇവിടെ ഇരിക്കേണ്ടത്. അതെ, ഈ കൊച്ചിന്റെ കെട്ടിയോൻ തന്നെയാണ് ഈ കസേരം ഇരിക്കണത്. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഇപ്പൊ ഇറങ്ങിപ്പോയ ഡൈവോഴ്സ് കേസിന്റെ, ആ, ഈ ഇരിക്കുന്ന വിവാഹ തട്ടിപ്പ് കേസിന്റെ, വരാനിരിക്കുന്ന അഭിഹിത ഗർഭത്തിന്റെയും ഉത്തരവാദി ഈ ഇരിക്കണ നമ്മൾ തന്നെയാണ്. എന്നെ കൊണ്ട് 3 എപ്പിസോഡ് അങ്ങോട്ട് പോയി കിട്ടിയില്ലേ? അപ്പോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ.